മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വ്ളാദിമിർ പുടിൻ നൽകിയ വിരുന്നിൽ ശശി തരൂർ പങ്കെടുത്തതിൽ കോൺഗ്രസിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. തരൂർ പാർട്ടിയോട് ആലോചിച്ചിട്ടില്ല എന്ന് AICC വൃത്തങ്ങൾ പറയുന്നു. വിരുന്നിന് ക്ഷണം നൽകിയവരും പോയവരും ചോദ്യം നേരിടണം എന്ന AICC വക്താവ് പവൻ ഖേര പറയുന്നു. താനായിരുന്നുവെങ്കിൽ നേതാക്കളെ വിളിക്കാത്ത വിരുന്നിന് പോകില്ലായിരുന്നു എന്നും ഖേര വിമർശിച്ചു. ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയെയും ക്ഷണിച്ചിരുന്നില്ല. വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്കാണ് തന്നെ ക്ഷണിച്ചത് എന്ന് ശശി തരൂർ പ്രതികരിച്ചു. വിരുന്നിൽ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും പങ്കെടുത്തിരുന്നു. ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാക്കളെ ക്ഷണിക്കാത്തതിൽ കോൺഗ്രസ് രൂക്ഷമായ ഭാഷയിലാണ് പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പാണ് നൽകിയത്. പിന്നീട് രാജ്ഘട്ടിൽ ഗാന്ധി സമാധിയിലെത്തി പുടിൻ പുഷ്പാർച്ചന നടത്തി. രണ്ട് രാജ്യങ്ങളിലെയുമായി വ്യവസായികളെയുമായി മോദിയും പുടിനും കൂടിക്കാഴ്ച നടത്തി. വിമാനത്താവളത്തിലെ സ്വീകരണത്തിന് ശേഷം ടൊയോട്ട നിർമ്മിത XUV-യിൽ ഒന്നിച്ചാണ് 7 ലോക് കല്യാൺ മാർഗിലെ അത്താഴ വിരുന്നിന് രണ്ട് നേതാക്കളും പോയത്. പ്രധാനമന്ത്രിയുടെ റേഞ്ച് റോവർ കാർ ടാറ്റയുടെ ഉടമസ്ഥതയിൽ നിർമ്മിക്കുന്നതെങ്കിലും ബ്രിട്ടീഷ് ബ്രാൻഡ് ആയതിനാലാണ് ഇതിലെ യാത്ര വേണ്ടെന്ന് വെച്ചതെന്നാണ് സൂചന. പുടിൻ മോദി ഭഗവത്ഗീതയുടെ റഷ്യൻ തർജ്ജമ സമ്മാനിച്ചു. സംഘർഷം തീർക്കണമെന്ന നിലപാട് ആവർത്തിക്കുമ്പോഴും താനും പുടിനുമായുള്ള ബന്ധത്തിന്റെ ആഴം രാജ്യത്തും പുറത്തുമുള്ളവരെ ബോധ്യപ്പെടുത്താൻ മോദിക്ക് കഴിഞ്ഞു. റഷ്യ ഒറ്റയ്ക്കല്ല എന്ന സന്ദേശം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നൽകുന്നതിൽ വ്ളാദിമിർ പുടിനും വിജയിച്ചു. പുടിന്റേത് എന്നും ഓർമ്മിക്കപ്പെടുന്ന സന്ദർശനമാണെന്നും പുടിന്റെ സന്ദർശനം വൻ വിജയമാണെന്നുമാണ് വിലയിരുത്തൽ. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ നിഷ്പക്ഷരല്ല എന്നും സമാധാനത്തിന്റെ പക്ഷത്താണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനോട് പറഞ്ഞു. ഇക്കാര്യം ഈ വർഷം ആദ്യം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് വ്യക്തമാക്കിയിരുന്നു. ഇത് സമാധാനത്തിന്റെ കാലഘട്ടമാണെന്നും പുടിൻ ദീർഘദർശിയായ നേതാവാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. യുക്രൈൻ സമാധാന പാക്കേജിനോട് സഹകരിക്കാൻ റഷ്യ മടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മോദിയുടെ ഈ വാക്കുകൾ. ഇന്ത്യ നിഷ്പക്ഷരല്ല, ഇന്ത്യക്കൊരു പക്ഷമുണ്ട്. സമാധാന ശ്രമത്തിലുള്ള എല്ലാ നീക്കത്തെയും ഞങ്ങൾ തോളോട് തോൾ ചേർന്ന് പിന്തുണയ്ക്കും, മോദി പറഞ്ഞു. 11 വർഷത്തിനിടയിൽ 19ാം തവണയാണ് മോദിയും പുടിനും കൂടിക്കാഴ്ച നടത്തുന്നത്. 4 വർഷമായി തുടരുന്ന യുക്രൈൻ യുദ്ധത്തിനിടെ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം നിരന്തരം ഇടപെടുന്നതിനോട് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ്. റഷ്യ സൗഹൃദ രാഷ്ട്രമെന്ന് വിശേഷിപ്പിച്ച മോദി മാറിയ ഭൗമ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായിരിക്കേണ്ട വിശ്വാസ്യതയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു.